ഗൈസിലേക്ക് നമ്മുടെ അടുത്തൊരു കിടക്കാച്ചി മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലെസ് പ്ലേ സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ലെസ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 4 ആണ്. അതെ 4 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ ഡയമണ്ട് ആർമറിലോട്ടേക്കും ടൂൾസിലോട്ടേക്കും അപ്ഗ്രേഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് നമുക്ക് ഇത് ഒന്ന് എൻജാൻറ്റ് ചെയ്യണം. അത്യാവശ്യം OP ആക്കണം. അതായത് പ്രൊട്ടക്ഷൻ 4 ഒക്കെ ആർമറിൽ ഇടണം. പിന്നെ നമ്മുടെ ടൂൾസിൻ്റെ അകത്ത് വലിയ തരക്കേടില്ലാത്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇടണം. ആൻഡ് നമ്മളിന്നൊരു ഫാബ്രിക്കിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. FPS എന്താണെന്നറിയില്ല. ഞാൻ ഇത്തിരി മുമ്പ് കയറിയപ്പോൾ ഭയങ്കര കുറവായിട്ട് തോന്നി. എന്താണെന്നറിയില്ല. സാധാ 50 പേരെ കിട്ടാറുണ്ട്. ഇപ്പോൾ 35-38ഒക്കെയാണ് കിട്ടുന്നത്. എന്താണെന്നറിയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ അജണ്ട അത് നോക്കണം. പിന്നെ നമ്മൾ ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പാത്താണ് ഈ ഇട്ടിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആൻഡ് പിന്നെ നമ്മൾ നെതറിലോട്ടേക്ക് നെതറിൽ പോയിട്ട് നമ്മളൊരു ഫോർട്രസും കാര്യങ്ങളൊക്കെ ഇതാക്കിയേ. ആൻഡ് നമ്മൾക്ക് 2 ഫ്രണ്ടിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട എറിഞ്ഞപ്പോൾ 2 കുട്ടികളുണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 2 ചിക്കൻസൊക്കെ ഉണ്ടാകുന്നത്. സോ ഇതിന് വേണ്ടിയിട്ടൊരു പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇവന്മാരെ നമ്മൾ സീരീസിൻ്റെ അവസാനം വരെ നിർത്തുന്നതായിരിക്കും. ആൻഡ് ഇനി നമുക്ക് നേരെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. ആൻഡ് ഇതാ നമുക്ക് 12 ബ്ലേസ് റോഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫോർട്രസും കണ്ടുപിടിച്ച് നെതറിൻ്റെ അകത്ത് യുദ്ധക്കളം കിടക്കണ പോലെയാണ് കിടക്കുന്നത്. അതങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അതെന്തായാലും നമുക്ക് പിന്നീട് സെറ്റാക്കാം. ആൻഡ് നമുക്ക് ഇത്രയും ആക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ 42 ഡയമണ്ട് ഉണ്ട്. ഈ ആക്സ് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം പ്രോ ആയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ലൂട്ടിങ് 3യും പിന്നെ സിൽ ടച്ചുമാണ് പിക്കാക്സിൻ്റെ അകത്തും പിന്നെ ഇതിൻ്റെ അകത്തും കിടക്കുന്നത്. സോഡിൻ്റെ അകത്തും ആർമറിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ മരവും കാര്യങ്ങളൊക്കെ നടാം. എല്ലാ എപ്പിസോഡിൻ്റെ അജണ്ടയാണ് ഗൈസ്. ഇത്തവണ നമുക്ക് 8 എണ്ണം നടാം. കുറേ കാലങ്ങൾക്ക് ശേഷം ലെസ് പ്ലേയിനകത്ത് വരില്ലേ, അതുകൊണ്ട് നമുക്ക് 8 എണ്ണം നടാം. ഓക്കെ, 8 എണ്ണം നട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ബിൽഡ് കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ക്യാമറ തിരിച്ചപ്പോൾ. നമുക്കിനി ഇങ്ങനെ പോവാം. വലിയ ബിൽഡ് ഞാൻ അത്രമാത്രം പ്രോ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതപ്പോൾ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ട്രേഡിങ് ഹാളും കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് ഉണ്ടാക്കുന്ന ഒരു റീപ്ലേ മോഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തതാണ്. അതെൻ്റെ മണ്ടത്തരം കാരണം അത് പോയി. ഞാൻ അത് സേവ് ആവുന്നതിന് മുമ്പ് തന്നെ ഗെയിം ക്ലോസ് ആക്കി. ആൻഡ് അതുകൊണ്ട് അത് കറക്റ്റായി പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വില്ലേജസ് സെറ്റാക്കിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ അയണും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നവൻ അതിന് കൊടുത്ത് എമറാൾഡ് സെറ്റാക്കണം. പിന്നെ അവരായിട്ടൊരു ഫ്ലച്ചറുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എമറാൾഡ് ഞാൻ കാണിച്ചു തരാം. ഐ ആം റിച്ച്. യെസ് ഗൈസ്, നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ചെയർ നിറയെ ഉണ്ടാക്കാൻ അത്ര മാത്രമുള്ള എമറാൾഡ് ഉണ്ട്. ഈ എമറാൾഡൊക്കെ നമ്മൾ അയണ് വിറ്റ് സെറ്റാക്കിയതാണ്. അയൺ ജസ്റ്റ് മൊത്തം നിറഞ്ഞിറക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ആൻഡ് ഇനി എന്തായാലും നമുക്ക് ഈ ഒരു എമറാൾഡ് ബ്ലോക്കൊക്കെ പൊട്ടിച്ചെടുത്ത് നമുക്ക് ബാക്കി ട്രേഡ് ചെയ്യാം. ഗൈസ്, നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമുള്ള എൻജാൻറ്റിങ് ബുക്സാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു 52-53 സംതിങ് നോർമൽ ബുക്കും ഉണ്ട്. ആൻഡ് ഇതൊക്കെ നമുക്ക് ഓരോരോ സ്ഥലത്തായിട്ട് വെക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് വാങ്ങി തുടങ്ങാം. വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് അൺബ്രേക്കിങ്ങും മെൻറ്റിങ്ങും ഇടാം. അതായിരിക്കും ഇത്തിരി കൂടി നല്ലത് എന്ന് തോന്നുന്നു. അൺബ്രേക്കിങ്ങും മെൻറ്റിങ്ങും ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ സോഡിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ ഏതാണ്ട് OP സോഡ് സെറ്റായിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് വേറെ ഒന്നും ഇടാനായിട്ട് പറ്റില്ലല്ലോ. പ്രൊട്ടക്ഷൻ വെൻഡിങ് ഓക്കെ, ഇടാൻ പറ്റില്ല. ആൻഡ് ഇനി നമുക്ക് പിക്കാക്സിലോട്ടേക്ക് ഇടാം. പിക്കാക്സിൻ്റെ അകത്തേക്ക് നമുക്ക് അതിന് മുമ്പ് വാങ്ങണമല്ലോ അല്ലേ, സാധനങ്ങൾ വാങ്ങണം. ഇതിനകത്ത് ഇപ്പോൾ ലൂട്ടിങ് 3യും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്കിപ്പോൾ അൺബ്രേക്കിംഗ് വില്ലേജർ ഇവനാണ് ഇവൻ. ഓക്കെ, നമുക്ക് എന്തായാലും എമറാൾഡ് ബ്ലോക്കിൽ നിന്ന് നേരെ നമ്മുടെ എമറാൾഡാക്കി എമറാൾഡാക്കി നമുക്ക് വിൽക്കാം. ഇത് മൊത്തം ആക്കുമ്പോഴേക്കും എന്തായാലും ഒരു 4
4ൻ്റെ മേലെ സ്റ്റാക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. 50 ബ്ലോക്കല്ലേ ഉണ്ടായിരുന്നത്. ആൻഡ് ഇനി ഇതെന്തായാലും നമുക്ക് വാങ്ങാം. 40 എമറാൾഡാണ് കേസ് ഒരു അൺബ്രേക്കിങ്ങിന്. ഇത് നമുക്ക് എത്രയാണ് വേണ്ടത്? ഇതെന്താ എമറാൾഡ് തികയുന്നില്ല. അത് നമുക്ക് ഏതാണ്ട് 8 എണ്ണം വേണം. 7 എണ്ണം വേണം നമുക്കിത്. അൺബ്രേക്കിങ് 7 എണ്ണം വേണം. നമ്മൾ ഇപ്പോൾ സ്വാഡിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇനി ഒരു 3 എണ്ണം കൂടി വാങ്ങാം. നമ്മുടെ എമറാൾഡൊക്കെ തീർന്നല്ലോ. എന്തിനാ പേടിക്കുന്ന? അപ്പുറത്തല്ലേ നമ്മുടെ അയൺ ഫാം ഉള്ളത്. ആൻഡ് നമുക്ക് ഇത്ര മാത്രം അൺബ്രേക്കിംഗ് ഇത് മതി. ഇനി മെൻഡിങ് ഇവിടെ പ്രൊട്ടക്ഷൻ വേണം. പ്രൊട്ടക്ഷൻ ഫോർ ഇതിന് 1/2 സ്റ്റേക്കാണ് കേസ് പറയുന്നത്. ഇത് നമുക്ക് 4 എണ്ണം തന്നെ മതി. ആൻഡ് 2 ഇപ്പോൾ ഇത് നമുക്ക് 3 എണ്ണം വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഒരെണ്ണം കൂടി. ആൻഡ് നമ്മുടെ പ്രൊട്ടക്ഷൻ ബുക്ക് സെറ്റായിട്ടുണ്ട്. ആൻഡ് ഫെദർ ഫോളിങ് ഫോർ ഫോർച്യൂണ് ഇത് 2 അപ്പുറത്തേക്ക് മാറി. ആൻഡ് ഇനി നമുക്ക് മെൻഡിങ് ആണ് വേണ്ടത്. മെൻഡിങ് എന്തോ ഭാഗ്യത്തിന് നമുക്ക് 12 എമറാൾഡാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. ആൻഡ് ഇനി നമുക്ക് മെൻഡിങ്ങും ഒരു 8 എണ്ണം വാങ്ങണം. അല്ല 8 എണ്ണം അല്ല 7 എണ്ണം വാങ്ങിച്ചാൽ മതി. 1 2 3 4 5. അയ്യോ, നമ്മുടെ എമറാൾഡ് തീർന്നല്ലോ. നമുക്കിനി പോയിട്ട് ട്രേഡ് ചെയ്യണം. 3 എമറാൾഡ് ഒന്ന് ഞാൻ സെറ്റാക്കട്ടെ. ഗൈസ് ദൈവം വില കുറച്ച് കേട്ടോ. വില കുറച്ച് നമുക്കിനി ഫുൾ മിൻറ്റിങ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര തന്നെ മതി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ പിക്കാക്സ് സെറ്റായിട്ടുണ്ട്. ഇനി ആക്സിലോട്ടേക്ക് ഓരോന്നായിട്ട് ആക്കാം. അൺബ്രേക്കിങ്, ഇനി മെൻഡിങ്. ഷാർപ്നെസ് ഒന്നും ഇല്ല ഗൈസ്. ഷാർപ്നെസ് കിട്ടി. പക്ഷേ നമുക്ക് അൺബ്രേക്കിങ്ങും മെൻഡിങ്ങിനും വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഷാർപ്നെസ് കിട്ടിയത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അത് ലോക്കാക്കാണ്ട് ഇതിന് വേണ്ടി നിന്ന് മെൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാതും അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഫോർച്യൂൺ 3 ഇനി എന്തായാലും നമുക്ക് ആർമർ കാര്യങ്ങളൊക്കെ ഇതാക്കാം. ഫോർച്യൂൺ 3 നമുക്ക് വേറെ സെപ്പറേറ്റ് പിക്കാക്സിലോട്ടൊക്കെ ഇടാനുള്ളതാണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഫോർ ചെസ്റ്റ് പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും കൂടി ഇടാം. അയ്യോ, നമ്മുടെ ആൻവിയിൽ പൊട്ടി. എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കയ്യിലല്ല അയൺ ഇഷ്ടം പോലെയുള്ള. ഓക്കെ, 3 അയൺ ബ്ലോക്കാണ് വേണ്ടതെന്ന് തോന്നുന്നു. അതെ, 3 അയൺ ബ്ലോക്ക്. പിന്നെ ഇനി ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അയൺ ബ്ലോക്ക് വെച്ചിട്ട് നമ്മുടെ ആൻവീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് ഇവിടെ വെച്ചാൽ നമ്മുടെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇടാം. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ചെറിയൊരു എപ്പിസോഡായിരിക്കും. ആൻഡ് അടുത്ത എപ്പിസോഡ് ഒരു ബിഗ് എപ്പിസോഡായിരിക്കും വരുന്നത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡ് നമ്മുടെ ലെറ്റ്സ് പ്ലേയിൽ നിന്ന്. ആൻഡ് അതെന്തായാലും എല്ലാവരും കാണുക. ഭാവി തീരുമാനിക്കുന്നൊരു എപ്പിസോഡാണ് അടുത്തത്. ആൻഡ് ഇനി ഞാൻ ഓവർ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, നമ്മൾ ഇനി ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ XP കഴിഞ്ഞല്ലേ. വെയിറ്റ്, ഇനി XP ഒന്ന് കളക്ട് ചെയ്യട്ടെ. നമ്മുടെ കയ്യിൽ എന്തായാലും എമറാൾഡില്ലേ. പിന്നെ ഇനി നമുക്ക് XP കൂട്ടാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡൻ ക്യാരറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങി വെക്കാം. അത് ഓൾറെഡി തന്നെ നമ്മൾ ഓഫ് ക്യാമറയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണത്തിൽ എത്ര എണ്ണം കിട്ടും? ഏതാണ്ട് 36 കിട്ടി. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഇതിലോട്ടേക്കും നമ്മുടെ ലാസ്റ്റ് മെൻഡിങ് ബുക്കും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മുടെ കയ്യിൽ ഫോർച്യൂൺ 3 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമർ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ആൻഡ് ഇതൊന്നും നമുക്ക് ഇനി ഇടാം. ആൻഡ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്കിത് മെൻഡ് ചെയ്യാനായിട്ട് ഒരു XP ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ സെറ്റാക്കണം. ആൻഡ് നമ്മുടെ 2 മരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വളർന്നിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡ് എന്തായാലും നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. ആൻഡ് ഇനി നമുക്ക് ഫെദർ ഫോളിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ചാടുകയാണെങ്കിൽ എത്ര ഹാർട്ട് പോകും? 1 ഹാർട്ട് പോകുമല്ലേ. ആൻഡ് ഇനി ഫെദർ ഫോളിങ് ഇട്ട് കഴിഞ്ഞാൽ 1/2 ഹാർട്ടായിരിക്കും ചിലപ്പോൾ പോകണ്ടാവുക. നോക്കി നോക്കാം.
ഫെദർ ഫോളിങ് ഇട്ട് കഴിഞ്ഞാൽ ആർട്ടാണോ പോവുക നോക്കട്ടെ. ചാടാൻ പോവാണ്. ഒരു ഹാർട്ട് പോലും പോവില്ലല്ലേ. അതെന്തായാലും നല്ലൊരു കാര്യമായി. അതെന്തായാലും നമുക്ക് നല്ലൊരു യൂസ് ആണ്. അടുത്ത എപ്പിസോഡിന് നല്ലൊരു യൂസാണ്. ഓക്കെ, ആൻഡ് ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമുണ്ട്. ആൻഡ് നെതർ പോർട്ടൽ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, നമുക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വരുന്ന എപ്പിസോഡിൽ ഇതിനേക്കാളും നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് എന്താണെന്ന് ഊഹിക്കാനായിട്ട് പറ്റും. ഊഹിക്കാൻ പറ്റുകയാണെങ്കിൽ താഴെ നിന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നോക്കാം ആരുടെയൊക്കെ സെയിം ആണെന്ന്. ആൻഡ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് നമ്മുടെ പൊട്ടാറ്റോ കഴിയുന്നത് വരെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത എപ്പിസോഡിന് നമുക്ക് ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചിരിക്കാം. ആൻഡ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. ആൻഡ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിപാടി. നമ്മുടെ ഈ ഒരു കേവും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കണം കേട്ടോ അടുത്ത എപ്പിസോഡിൽ. എക്സ്പിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിലെ കേവ് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതായിരിക്കും ടാറ്റ, ബൈ ബൈ. I'm the king when I'm in the rain. Got my G when I'm in the van. Gone pics on a middleman. Ain't nothing but a gold thing.